السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ 25ഓളം സ്ഥലങ്ങളിൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. ഈസ നബി അലൈഹിസ്സലാമയുടെയും തൻ്റെ മാതാവ് മറിയം ബീവിയുടെയും ഒക്കെ ചരിത്രം വിശുദ്ധ ഖുർആൻ്റെ പല അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈസ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കിടയിൽ 3 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലോകത്തുള്ള മനുഷ്യന്മാർക്കിടയിൽ ഈസ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടിട്ട് 3 അഭിപ്രായങ്ങളാണുള്ളത്. അതിലൊന്ന് യഹൂദികളുടെ ജൂതന്മാരുടെ അഭിപ്രായമാണ്. അവർ ഈസ നബി അലൈഹിസ്സലാം ഒരു ജാരസന്തതിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. നഊദു ബില്ലാഹ്. യഹൂദികളായിട്ടുള്ള ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് അപ്രകാരമാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. അവർ ഈസ നബി അലൈഹിസ്സലാമയെ ദൈവപുത്രനായിട്ടാണ് അവർ പരിചയപ്പെടുത്തുന്നതും പരിഗണിക്കുന്നതും അതടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തൊരഭിപ്രായം വിശ്വാസികളായിട്ടുള്ള മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നു മാത്രമല്ല, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുകൂടി മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 അഭിപ്രായങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതനുസരിച്ച് ഈസ നബി അലൈഹിസ്സലാം ദൈവത്തിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈസ നബി അലൈഹിസ്സലാമയുടെ മാതാവിനെ കുറിച്ച്, മറിയം ബീവിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള സ്ത്രീകൾക്ക് ആകമാനം മാതൃകയായി 2 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് ഈസ നബി അലൈഹിസ്സലാമയുടെ മാതാവ് മറിയം ബീവിയാണ് എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ആ മറിയം ബീവിയുടെ പേരിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം.
അതേപോലെ തന്നെ ഈസ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞു 25ഓളം സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 25 പ്രാവശ്യം ഈസ നബി അലൈഹിസ്സലാമയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പേര് പറയപ്പെട്ട പ്രവാചകനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്? പ്രധാനപ്പെട്ട് പ്രിയമുള്ളവരെ, വിശ്വാസികളെ 4 കാര്യങ്ങളാണ് ഈസ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിലൊന്ന് ഈസ നബി അലൈഹിസ്സലാമയുടെ ജനനമാണ്. മറ്റൊന്ന് ഈസ നബി അലൈഹിസ്സലാമക്ക് കിട്ടിയ മുഅ്ജിസത്തുകൾ. മൂന്നാമത്തേത് അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഇനിയും വീണ്ടും ഈ ലോകത്തേക്ക് ഇറങ്ങി വരും. ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു സമയത്ത് എന്തിന് നമ്മളിത് ചർച്ചക്കെടുക്കുന്നു? ഈ ഒരു സമയത്ത് ഈസ നബി അലൈഹിസ്സലാമയെ കുറിച്ച് എന്തിന് നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു വർഷത്തിൻ്റെ അവസാന മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുന്നതോട് അനുബന്ധിച്ച് പല നിലക്കും നമ്മുടെ പ്രവാചകനായിട്ടുള്ള ഈസ നബി അലൈഹിസ്സലാമയെ കുറിച്ച് പല നിലക്കുമുള്ള തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തി അതാഘോഷിക്കുന്ന, അതിലൊരു വേള മുസ്ലിം നാമധാരികൾ തന്നെ പങ്കെടുക്കുന്ന, തൻ്റെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള വിശ്വാസം, അതിനെ മനസ്സ വാച കർമ്മണ അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാം ആരാണ് എന്നും ഈസ നബി അലൈഹിസ്സലാമയുടെ ജനനം ഇത് എപ്രകാരമാണ് എന്നും അതിലെന്തൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്നും ഈ ഒരു ഘട്ടത്തിൽ പ്രിയമുള്ളവരെ അനിവാര്യമായി മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഈസ നബി അലൈഹിസ്സലാമയുടെ ജനനമാണ്. നമുക്കറിയാം, ഈസ നബി അലൈഹിസ്സലാമയുടെ മാതാവ് ബൈത്തുൽ മഖ്ദിസിൽ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ സംരക്ഷണത്തിൽ വളർന്നിട്ടുള്ള മഹദിയാണ്. വിശുദ്ധ ഖുർആൻ ആ ചരിത്രം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മറിയം ബീവി ആരാധനകളിൽ മുഴുകുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് അല്പം ദൂരം തൻ്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. എന്തിനു വേണ്ടി? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 43-ാമത്തെ ആയത്തിലൂടെ യാ മറിയമു ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅർ റാകിഈൻ. യാ മറിയമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഉഖ്നുതി ലിറബ്ബിക്, നീ നിന്റെ രക്ഷിതാവിന് ഭക്തി കാണിക്കുക. അതേപോലെ തന്നെ വസ്ജുദി വർകഇ മഅർ റാകിഈൻ, നീ നിന്റെ രക്ഷിതാവിന് സുജൂദ് ചെയ്യുകയും അതേപോലെ തന്നെ റുകൂഅ് ചെയ്യുകയും ചെയ്യുക. എങ്ങനെ? മഅർ റാകിഈൻ, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുകൂഅ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞതെന്താ? വർകഇ മഅർ റാകിഈൻ, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം റുകൂഅ് ചെയ്യണം. റുകൂഅ് ചെയ്യുന്നവരെ എവിടെയാണ്? അത് പള്ളികളിലാണ്. മറിയം ബീവി സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം റുകൂഅ് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ നിന്ന് നമുക്ക് തെളിവെടുക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത്തരം തെളിവുകൾ പച്ചയായി വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കെ തന്നെ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് ചിലതിന് അഭിപ്രായം പറയുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. യഥാർത്ഥ രീതിയിൽ പ്രമാണങ്ങൾ മനസ്സിലാകാതെയോ അതല്ലെങ്കിൽ അതിന് പുറഞ്ഞു നിൽക്കുക, മനഃപൂർവ്വം പുറംതിരിഞ്ഞു കളയുകയോ ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് ഇന്നത്തെ അത്തരം മതനേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന്, മതനേതാക്കന്മാരെന്നറിയപ്പെടുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തെടുക്കാൻ വേണ്ടി പറയുകയാണ്. ആ സമയത്ത് പരിപൂർണമായ മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. സൂറത്തു മറിയമിന്റെ 17 മുതൽ അങ്ങോട്ടേക്കുള്ള ഓരോ ആയത്തുകളും ആ ചരിത്രങ്ങളാണ് നമ്മളെ അറിയിക്കുന്നത്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ.
അവിടുന്ന് ദൂരേക്ക് മാറി നിന്നുകൊണ്ട്, കിഴക്കുഭാഗത്തേക്ക് ദൂരെ മാറി നിന്നുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയിരുന്ന ആ ഒരു സമയം അവിടുന്ന് കൃത്യമായി മറ സ്വീകരിച്ചിരുന്നു മറിയം ബീവി. ഒരാളും അതിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ പ്രവേശിക്കരുത് എന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി മറ സ്വീകരിച്ചുകൊണ്ട് മറിയം ബീവി കഴിച്ചു കൂട്ടുമ്പോഴാണ് അവിടുന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയെ അയക്കുന്നത്. എങ്ങനെയാണ്? പൂർണ്ണമായ ഒരു മനുഷ്യരൂപത്തിൽ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുകയാണ്. നമുക്കറിയാം ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പ്രകൃതം എന്ന് പറയുന്നത്, രൂപമെന്ന് പറയുന്നത് 600 ചിറകുകളാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ രൂപത്തിൽ 2 തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാമയെ കണ്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യരൂപത്തിലുമൊക്കെ പല തവണകളായി കൊണ്ട് കണ്ടതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസുകളിൽ, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസുകളിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, പൂർണ്ണമായ മനുഷ്യരൂപത്തിൽ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരികയാണ്. ആ സമയത്ത് അവിടുന്ന് മറിയം ബീവി കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്, ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. ദീനുള്ള, റബ്ബിനെ പേടിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നുണ്ടാകേണ്ട വ്യക്തമായിട്ടുള്ള സംസാരമായിരുന്നത്. ഖാലത്ത് മറിയം ബീവി അവിടുന്ന് പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, ഞാൻ പരമകാരുണ്യവാനോട് അവിടുന്ന് രക്ഷ തേടുന്നു നിന്നിൽ നിന്ന്. ഇൻ കുൻത തഖിയ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് എങ്കിൽ എന്നെ വിട്ടു പോകണമെന്ന് അവിടുന്ന് ആ മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീലാണ് എന്നറിയാത്ത ആ മനുഷ്യനോട് മഹതിയായ മറിയം ബീവി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പഠിക്കേണ്ട അനിവാര്യമായിട്ടുള്ള പാഠം ഈ ആയത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അന്യ പുരുഷന്മാരോട് എപ്രകാരമായിരിക്കണം തൻ്റെ സമീപനമെന്ന് മറിയം ബീവി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടുന്ന് അറിയാത്ത, അവിടുന്ന് കൃത്യമായ മറ സ്വീകരിച്ചു കൊണ്ട് കഴിയുമ്പോഴും ആരും കാണാനില്ലെങ്കിലും ഒരന്യ പുരുഷൻ വന്നപ്പോൾ റബ്ബിനെ പേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണമെന്ന് മറിയം ബീവി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അറിയാത്ത ആളുകൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരോട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കാൻ അത് പാടില്ലെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. മറിയം ബീവിയെ പോലെയുള്ള പൂർവികരായിട്ടുള്ള, അവിടുന്ന് മഹദിമാരായിട്ടുള്ള സ്ത്രീകളുടെ ചരിത്രങ്ങൾ അതിന് എത്രയോ ഉദാഹരണങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹത്തിലേക്ക്, അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ നഗ്നഭാഗങ്ങൾ പ്രകടിപ്പിക്കാനോ അതല്ലെങ്കിൽ ഒരു നാണവുമില്ലാതെ ആളുകൾക്കിടയിൽ ഒരു ഉളുപ്പുമില്ലാതെ ആടാനും പാടാനും മടി കാണിക്കാത്ത സ്ത്രീ സമൂഹം പെരുകി വരുന്ന കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, മറിയം ബീവി പ്രിയമുള്ളവരെ സ്ത്രീകൾക്കൊരു പാഠമാണ്, ഒരു മാതൃകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്? അവിടുന്ന് കൃത്യമായി കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഒരു കുഞ്ഞിനെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അതുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന് കൃത്യമായി അവിടുന്ന് പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 2 പ്രതിസന്ധിയായിരുന്നു. ഒന്ന്, തൻ്റെ അരികിലേക്ക് ഒരു പുരുഷൻ കടന്നു വന്നു എന്നുള്ളത്. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരാണ് സ്പർശിക്കാതെ തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അന്നാ യകൂനു ലി ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ. നിങ്ങൾ മറിയം ബീവി പറയുകയാണ്, എനിക്കൊരു കുഞ്ഞുണ്ടാവുകയോ, എന്നെ ഒരാൺ സ്പർശിച്ചിട്ടില്ല. വലം അകു ബഗിയ, ഞാൻ ഒരു ചീത്ത സ്ത്രീയല്ല, ഒരു മോശക്കാരിയായ പെണ്ണല്ല. പിന്നെ എങ്ങനെ എന്ന് പറയുമ്പോൾ കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ കദാലിക്, അപ്രകാരമാണ്, നിങ്ങളൊരു ബഗിയല്ല, മോശപ്പെട്ട ഒരു സ്ത്രീയെയല്ല, പക്ഷേ റബ്ബ് ഹുവ അലയ്യ ഹയ്യിനുൻ, നിന്റെ രക്ഷിതാവിൻ്റെ തീരുമാനമാണ്. വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖദിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ആ തീരുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ട് തനിക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്ന വിവരം അറിയിക്കുകയും അങ്ങനെ അവിടുന്ന് മറിയം ബീവി ഹാമിലത്താവുകയും
പിന്നെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ആ സമയത്ത് പരിഹാസങ്ങളേറെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒരു പുരുഷൻ പോലും സ്പർശിക്കാതെ കൃത്യമായി റബ്ബിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിൽ കഴിച്ചു കൂട്ടിയ ഒരു സ്ത്രീ അവിടുന്ന് പ്രസവിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നത്. നാട്ടുകാര് വെറുതെ വിട്ടില്ല. യാ ഉഖ്തി ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. അവിടുന്ന് പറഞ്ഞു, ഹാറൂന്റെ സഹോദരി, നിന്റെ ഉപ്പ ഒരു മോശക്കാരനായിരുന്നില്ല, നിന്റെ ഉമ്മ ഒരു മോശപ്പെട്ട സ്ത്രീ ആയിരുന്നില്ല, പിന്നെ എന്തേ നീ ഇങ്ങനെ ആയത് എന്നുള്ള ആക്ഷേപത്തിന്റെ കുത്തുവാക്കുകളുടെ സംസാരമായിരുന്നു അവിടുന്ന് ഉണ്ടായത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവിടുന്ന് റബ്ബിന്റെ തീരുമാനമാണ് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി മറിയം ബീവി എന്താ ചെയ്തത്? ഫഅശാറത് ഇലൈഹി, അവിടുന്ന് തൊട്ടിലിലേക്ക് മറിയം ബീവി വിരൽ ചൂണ്ടി. തൊട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഖാലു, തനിക്കെതിരെ മോശപ്പെട്ട സംസാരവുമായി കടന്നു വന്ന ആളുകൾ പറഞ്ഞു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആ കുട്ടിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് എന്തു ചോദിക്കാൻ ആ കുട്ടിയോട്? ആ കുട്ടി എന്തു പറയാനാണ്? അതുകൊണ്ട് ഉത്തരം പറയണമെന്ന് മറിയം ബീവിയോട് പറയുമ്പോൾ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതം അവിടെ ഉണ്ടാകുന്നു. അവിടുന്ന് ഈസ നബി അലൈഹിസ്സലാം സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. ഈസ നബി അലൈഹിസ്സലാം സംസാരിക്കുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഈസ നബി അലൈഹിസ്സലാം ഒന്നാമത് പ്രഖ്യാപിച്ചതാണ്. പ്രിയമുള്ളവരെ, അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. ഒന്നാമത് ഈസ നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നത് ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം അല്ലാഹു നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എനിക്ക് അനുഗ്രഹം നൽകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹം നൽകുന്നതാണ്. അതേപോലെ തന്നെ വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സകാത്ത് നിർവഹിക്കുവാനും കൊടുക്കുവാനും നമസ്കാരം നിർവഹിക്കുവാനും എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, അവിടുന്ന് ഈസ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതായിരുന്നു പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ ജനനമെന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുകയാണ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു എന്ന്. വിശുദ്ധ ഖുർആൻ അത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ എങ്കിൽ പ്രിയമുള്ളവരെ, സംശയലേശമന്യേ വിശ്വസിച്ചോളണം, ഈസ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹദീസുകളിലല്ല, വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഈസ നബി അലൈഹിസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന്. ഹദീസാണെങ്കിൽ പല ആളുകൾക്കും പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാമായിരുന്നു. അത് സ്വീകരിക്കുന്നതല്ല. അത് മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു പർവ്വതീകരിക്കാൻ അവർക്കൊരുപാട് ന്യായീകരണങ്ങൾ പറയാമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പിതാവില്ലാതെ മാതാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഈസ നബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് മാതൃക നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈസ നബി അലൈഹിസ്സലാം ഉപ്പയില്ലാതെ ജനിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനില്ല. ഒരു മാതാവില്ലാതെ, ഒരു പിതാവില്ലാതെ ആദം നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാൻ 59-ാമത്തെ വചനം, ഇന്ന മസല ഈസ നബി അലൈഹിസ്സലാമയുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ കമസലി ആദം നബി അലൈഹിസ്സലാമയെ പോലെയാണ്. അതായത് ഒരു മാതാവും പിതാവും ഇല്ലാതെയാണ്
ഈസ നബി അലൈഹിസ്സലാമയെ ആദം നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിച്ചോളണം, പിതാവില്ലാതെയാണ് ഈസ നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ക്രൈസ്തവ സഹോദരന്മാർ അത് ഈസ നബി അലൈഹിസ്സലാമയുടെ വ്യതിരിക്തതയായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതാവും പിതാവുമുണ്ട്, ഈസ നബിക്ക് അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൽ അഭിമാനം കൊള്ളുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് അവർ ആദം നബി അലൈഹിസ്സലാമയുടെ സൃഷ്ടിപ്പിൽ അവർ അഭിമാനം കൊള്ളുന്നില്ല? കാരണം അവർ ആദം നബി അലൈഹിസ്സലാമയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാമയും ആദം നബി അലൈഹിസ്സലാമയും ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ അമ്പിയാക്കന്മാരെയും നമ്മൾ വിശ്വസിക്കണം. അവർ നമ്മുടെ പ്രവാചകന്മാരാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈസ നബി അലൈഹിസ്സലാമയുടെ പ്രത്യേകത അതൊന്നും നമ്മൾ പറഞ്ഞു, പിതാവില്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈസ നബി അലൈഹിസ്സലാം ജനിച്ചത്. രണ്ടാമത്തേത് ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ് ഈസ നബി അലൈഹിസ്സലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഈസ നബി അലൈഹിസ്സലാമയുടെ പ്രത്യേകതയാണ് എങ്കിൽ അവിടുന്ന് ഈസ നബി അലൈഹിസ്സലാമക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയത് 4 പേരുകളാണ്. 4 പേരുകൾ ഖുർആൻ പരിചയപ്പെടുത്തും നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഈസ ഇബ്നു മറിയമാണ്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാൻ 45-ാമത്തെ വചനത്തിൽ ഇദ ഖാലത്തിൽ മലായികതു യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു അൽമസീഹു ഈസ ഇബ്നു മറിയം. അവിടെ ഈസ ഇബ്നു മറിയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചു. രണ്ടാമത്തേത് അൽ മസീഹ് എന്നാണ്. 10 തവണ വിശുദ്ധ ഖുർആനിൽ ഈ പേര് വന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ അൽ മസീഹ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ദജ്ജാലിന്റെ വിഷയത്തിലും മസീഹു ദജ്ജാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടും രണ്ടാണ് എന്നും അത് വിശാലമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പോൾ മസീഹ് എന്ന് ഈസ നബി അലൈഹിസ്സലാമയെ പരിചയപ്പെടുത്തി. മൂന്നാമത്തേത് കലിമത്തുല്ലാ എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ വചനമെന്ന് 3 തവണ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. നാലാമത്തേത് റൂഹുല്ലാ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. അപ്പോൾ അൽ മസീഹ് എന്നും ഈസ ഇബ്നു മറിയം എന്നും അതേപോലെ തന്നെ കലിമത്തുല്ലാ എന്നുമൊക്കെ ഈസ നബി അലൈഹിസ്സലാമക്ക് പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് ജനനവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി കൊണ്ട് നമ്മൾ അറിയേണ്ടത്. രണ്ടാമത്തേത് ഈസ നബി അലൈഹിസ്സലാമക്കുള്ള മുഅ്ജിസത്താണ്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. ഈസ നബി അലൈഹിസ്സലാമയിലേക്ക് ചൂണ്ടിയപ്പോൾ അവിടുന്ന് കൃത്യമായി കൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ് എന്ന് പറഞ്ഞു. ഹദീസിൽ കാണാൻ കഴിയും, അൻ അബീ ഹുറൈറത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലം യതകല്ലം ഫിൽ മഹ്ദി ഇല്ലാ സലാസത്തുൻ ഈസ ഇബ്നു മറിയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 3 ആളുകളല്ലാതെ തൊട്ടിൽ കിടന്നു സംസാരിച്ചിട്ടില്ല. അതിലൊന്ന് ഈസ നബി അലൈഹിസ്സലാമാണ്. രണ്ടാമത്തേത് ബനു ഇസ്രായേലിൽപ്പെട്ട ജുറൈജിന്റെ ആ ഒരു സംഭവമാണ്. വേശ്യയായ സ്ത്രീ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തപ്പോൾ അത് ജുറൈജിന്റെ മേൽ വെച്ച് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. ആ കുട്ടി അവിടെ വെച്ച് സംസാരിച്ചു. മൂന്നാമത്തേത് ബനു ഇസ്രായേലിൽപ്പെട്ട ഉമ്മ, അവിടുന്ന് ഉമ്മയുടെ മുല കുടിക്കുന്ന സമയത്ത് കുട്ടി സംസാരിച്ചതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത് കളിമണ്ണ് പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതിലേക്ക് ഊതിയാൽ അത് ഒറിജിനൽ പക്ഷിയായിക്കൊണ്ട് അത് പറന്നു പോകുന്ന സാഹചര്യം. അതായത് കളിമൺ പക്ഷികൾക്ക് ജീവൻ നൽകിയിരുന്നു ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് സൂറത്തു മാഇദയിൽ കൃത്യമായി കൊണ്ട് അള്ളാഹു പരാമർശിക്കും നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് വെള്ളപ്പാണ്ട് ചികിത്സിക്കാൻ കഴിഞ്ഞിരുന്നു ബിഇദ്നില്ല എന്നുള്ളത് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. നാലാമത്തത് മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം. അതേപോലെ തന്നെ അഞ്ചാമത്തത് എന്തു ഭക്ഷണം കഴിച്ചു എന്നും എന്താണ് വീട്ടിലുള്ളത് എന്നും അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിരുന്നു അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം. അതുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാമയുടെ മുഅ്ജിസത്തിനെ കുറിച്ച് വിശദമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 110 മുതൽ 115 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം അമാനി മൗലവിയുടെ തഫ്സീർ എടുത്തൊന്ന് വായിച്ചു നോക്കുകയാണ് എങ്കിൽ അതിൽ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ 5ഓളം മുഅ്ജിസത്തുകൾ ഈസ നബി അലൈഹിസ്സലാമക്കുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസ നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈസ നബി അലൈഹിസ്സലാമയെ വധിക്കാൻ ശത്രുക്കൾ തീരുമാനിച്ചു. ഇസ്രായേല്യരുടെ ഒരു സ്വഭാവമായിരുന്നു അവരിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ വധിക്കുക എന്നുള്ളത്. അത് അവരുടെ ജീവിത ശൈലിക്കെതിരെ അവർ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കൊണ്ട് നടക്കുന്ന ആശയധാരകൾക്കെതിരെ കൃത്യമായി ഇസ്ലാം ഇന്നതാണ് അതിൻ്റെ കാഴ്ചപ്പാട് എന്ന് കടന്നു വന്നുകൊണ്ട് ഏതെല്ലാം പ്രവാചകന്മാർ ദഅവത്ത് നടത്തിയിട്ടുണ്ടോ അവരൊക്കെ കൊന്നുകളയുക എന്നുള്ളത് ഇസ്രായേല്യരുടെ ഒരു സ്വഭാവമായിരുന്നു. അതേ സ്വഭാവം ഈസ നബി അലൈഹിസ്സലാമയുടെ മേലും പ്രയോഗിക്കാൻ അവർ തീരുമാനമെടുത്തു. അങ്ങനെ അവർ തന്ത്രം പ്രയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബി അലൈഹിസ്സലാമയെ അവർക്ക് വിട്ടുകൊടുത്തില്ല. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും എന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 157 158 വചനങ്ങളിൽ പറയുന്നുണ്ട്. വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, അതേപോലെ തന്നെ അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. പിന്നെന്താ ഉണ്ടായത്? അല്ലാഹു പറയുന്നു ബൽ റഫഅഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. എവിടേക്ക്? ഇലൈഹി, അവനിലേക്ക്, അല്ലാഹുവിലേക്ക് ഈസ നബി അലൈഹിസ്സലാമയെ ഉയർത്തിയിട്ടുണ്ട്. അവർക്ക് ഈസ നബി അലൈഹിസ്സലാമയെ വധിക്കാൻ സാധിച്ചിട്ടില്ല. ആകാശലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി എന്നുള്ളത് അത് മുസ്ലിം വിശ്വസിക്കേണ്ട വിശ്വാസമാണ്. ഈസ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല എങ്കിൽ മരിക്കും എന്നുള്ളതും നമ്മൾ വിശ്വസിക്കണം. കാരണം എല്ലാവരും മരിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, പ്രതാപിയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ഇവിടെ ബാക്കിയാകുകയില്ല. എല്ലാവരും മരിക്കും, എല്ലാ മലക്കുകളും മരിക്കും, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മരിക്കും, റബ്ബൊഴികെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ഇന്ന് ഈസ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ലെന്നും ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുകയാണ് എന്നും അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നാലാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും എന്നുള്ളതാണ്. ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വഇന്നഹു ലഇൽമുൻ ലിസ്സാഅതി ഫലാ തംതറുന്ന ബിഹാ വത്തബിഊനി ഹാദാ സിറാത്തും മുസ്തഖീം, സൂറത്തു സുഹ്റുഫിലെ 61-ാമത്തെ വചനം. വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ, തീർച്ചയായും അദ്ദേഹം അന്ത്യസമയത്തുള്ള ഒരു അറിയിപ്പാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വഇന്നഹു അദ്ദേഹം അന്ത്യസമയത്തുള്ള അറിയിപ്പാണ് എന്നതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഖാല ഖുറൂജു ഈസ ഇബ്നു മറിയം, നാം തൊബരിയുടെ തഫ്സീറിൽ കാണാൻ കഴിയും അത് ഈസ നബി അലൈഹിസ്സലാമയുടെ വരവിനെയാണ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം ബഗ്വി റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ഇൻ ഹുവ എന്ന് ഈ ആയത്തിൽ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം യഅനി ഈസ അലൈഹിസ്സലാം, അത് ഈസ നബി അലൈഹിസ്സലാമാണ് എന്ന്. അതേപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും വല്ലദീ നഫ്സി ബിയദിഹി ലയൂശികന്ന അൻ യൻസില ഫീകും ഇബ്ന മറിയമ ഹക്മൻ മുസ്തഖീമൻ. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിന്നെ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരികയും ഇവിടെ നീതി നടപ്പിലാക്കുകയും അതേപോലെ തന്നെ കുരിശ് തകർക്കുകയും അതേപോലെ തന്നെ നികുതി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ടാകുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ വിശ്വസിക്കണം. ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, എവിടെ ഇറങ്ങും? എവിടെയാണ് ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നത്? നമുക്ക് കാണാൻ കഴിയും ഇദ് ബഅസല്ലാഹുൽ മസീഹ ഇബ്ന മറിയമ ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ബിശർഖിയിൻ ദിമശ്കിൻ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതായത് ദമസ്കസിലെ ജാമിയത്തുൽ അമവിയയുടെ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ തോളത്ത് കൈവച്ചുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാം കടന്നു വരുമെന്ന് അവിടുന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അവിടെയുള്ള
ഈസ നബി അലൈഹി ഇസ്ലാമയുടെ സംസാര ഭാഷ എന്ന് പറയുന്നത് അറാമിക്കാണ്. പ്രിയമുള്ളവരെ, അവിടെയുള്ള ആളുകൾ ഇന്നും സംസാരിക്കുന്നത് അതേ ഭാഷയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സുബഹിയുടെ സമയത്ത് ഈസ നബി അലൈഹിസ്സലാം കടന്നു വരുമെന്നുള്ളത് അബൂദാവൂദ് ധരിക്കുന്ന ഹദീസാണ്. അവിടെ ഇമാം മഹദി ആയിരിക്കും അന്ന് ഇമാമത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇമാം മഹദി ഈസ നബി അലൈഹിസ്സലാമക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയുമാറ് പിന്നിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുന്ന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവിടുന്ന് ബാക്കിൽ നിന്നുകൊണ്ട് ഇമാം മഹദിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാം നമസ്കരിക്കുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. അതിനുശേഷം ദജ്ജാലിനെ കാണുമെന്നും ദജ്ജാലിനെ കൊല്ലുമെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുദീർഘമായിട്ടുള്ള ഈസ നബി അലൈഹി സ്വലാമയുടെ വരവും ദജ്ജാലിന്റെ ഫിത്നയും അതുമായി ബന്ധപ്പെട്ടുള്ള സുദീർഘമായ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും താക്കീത് നൽകിയ കാര്യങ്ങളിലൊന്ന് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടിട്ടാണ്. ആ ഫിത്നയ്ക്ക് അന്ത്യം കുറിക്കുന്നത് മഹാനായ ഈസ നബി അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് പ്രിയമുള്ളവരെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എല്ലാ പ്രവാചകന്മാരും ഞങ്ങളുടെ പ്രവാചകന്മാരാണ് എന്ന വിശ്വാസം അത് നിലനിർത്തുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിന് വിരുദ്ധമായി കൊണ്ട് ആളുകൾ ഈസ നബി അലൈഹിസ്സലാമയെ ആരാധിക്കുന്ന, ആ ഈസ നബി അലൈഹിസ്സലാമയോട് തന്റെ സങ്കടങ്ങൾ ഏറ്റുപറയുന്ന ഈ സാഹചര്യത്തിൽ ആരാണ് ഈസ നബി അലൈഹി ഇസ്ലാമെന്നും ഈസ നബി അലൈഹി ഇസ്ലാമയുടെ ജനനവും മുഅ്ജിസത്തും അവിടുന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയതും ഇറങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ പറയപ്പെട്ട ഒരു അറിവെങ്കിലും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ പ്രിയമുള്ളവരെ, അവർ ഈസ നബി അലൈഹി ഇസ്ലാമയുടെ ജന്മദിനം കൊണ്ടാടുകയാണ്. അവർക്കതിനുള്ള അവകാശമുണ്ട്, അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, അതിൽ ഒരു വിശ്വാസി നമ്മുടെ ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കൂടെ നിന്നുകൂടാ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈസ നബി അലൈഹി ഇസ്ലാമയെ ആരാധിക്കുന്ന അവസ്ഥാവിശേഷം ഇന്ന് സമൂഹത്തിലുണ്ട്. അത് ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന, തൃത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താണ് പ്രിയമുള്ളവരെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 88 മുതൽ 90 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, അവർ പറഞ്ഞിരിക്കുന്നു പരമകാരുണ്യവാൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ലഖദ് ശിഅ്തും ശൈഅൻ ഇദ്ദ, അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എത്രമാത്രമെന്നല്ലേ, യകാതു സമാവാതു യതഫത്തർന മിൻഹു വതൻഷുഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശം പൊട്ടി വീഴുമാറ്, അതേപോലെ തന്നെ ഭൂമി വിണ്ടു കീറുമാറ്, പർവ്വതങ്ങൾ നശിക്കുമാറുള്ള വലിയ അപകടം പിടിച്ച വാദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയുന്ന, നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അതല്ലെങ്കിൽ കൃത്യമായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് നമ്മളെങ്കിൽ ദിനേന നമ്മൾ ചൊല്ലുന്ന സൂറത്താണല്ലോ സൂറത്ത് ഇഖ്ലാസ്. ആ ഇഖ്ലാസിൽ പറയുന്ന ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള വിശ്വാസമാണ് ഇത്തരം ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാം ദൈവപുത്രനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിനെതിരാകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അത്തരം ചിന്താധാരകളോ ആഘോഷങ്ങളോ അതിന് അഭിവാദ്യങ്ങളോ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ളത് നമ്മൾ കൃത്യമായി ആ വിഷയത്തിൽ നിലപാടുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ അതവർ ആഘോഷിച്ചോട്ടെ. പക്ഷേ ഇതും ആഘോഷിക്കാതിരിക്കാനും നമുക്കിവിടെ അവകാശമുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മലക്കു പോകുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അവൻ മലക്കു മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വീട്ടിൽ നിന്നു മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്, മറ്റെവിടത്തൊന്നും ഭക്ഷണം കഴിക്കുകയില്ല, മാംസാഹാരം കഴിക്കുകയില്ല. എന്തുകൊണ്ട്? അതവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ക്ഷണിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, നമുക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എങ്കിൽ മാംസാഹാരം വേണ്ടെന്ന് പറയാൻ അവനക്ക് അവകാശമുണ്ട്. അതവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്നതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈസ നബി അലൈഹി ഇസ്ലാമയുടെ ജന്മദിനം
ആഘോഷിക്കാതിരിക്കാനും അതിൽ നിന്നും വിട്ടുനിൽക്കാനും ഒരു മുസ്ലിമിന് അവകാശമുണ്ട്. അതവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൈവപുത്രനാണ് എന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് അവരന്ന് കേക്ക് മുറിക്കുന്നതും പുൽക്കൂടണിയിക്കുന്നതും വീടുകളിൽ സ്റ്റാറുകൾ തൂക്കുന്നതും ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാർ തൂക്കൽ അത് നമ്മുടെ വീട്ടിലില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി അന്ന് നമ്മുടെ വീട്ടിൽ കേക്ക് മുറിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അന്ന് അതിൻ്റെ ഭാഗമായി നമ്മളോ നമ്മുടെ വീട്ടിലുള്ള ആളുകളോ മക്കളോ അതിന് അഭിവാദ്യം പറയുന്ന അതിന് അത്തരം അഭിവാദ്യങ്ങൾ കൈമാറുന്ന അവസ്ഥാവിശേഷം ഇല്ല എന്നും അത് എന്താണ് അതിൻ്റെ അപകടമെന്നും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിം നാമധാരികൾ തന്നെ അതിനുവേണ്ടി എല്ലാ നിലക്കും ഒരുക്കങ്ങൾ നടത്തുന്ന, എന്തിനേറെ പറയുന്നു, ആ വിശ്വാസമുള്ള ആളുകൾ ഒരുങ്ങുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ ഒരുങ്ങുന്ന സാഹചര്യമാണ് മുസ്ലിം വീടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആഹ്ലാദമാക്കുന്ന, അത് ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു വിഭാഗത്തോട് സദൃശ്യപ്പെടുന്നുണ്ട് എങ്കിൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന്. പ്രിയമുള്ളവരെ, അത്തരം ആഘോഷങ്ങളോട് ചേർന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശം പൊട്ടി വീഴുമാറ്, ഭൂമി വിണ്ടു കീറുമാറ്, പർവ്വതങ്ങൾ ഉതിർന്നു വീഴുമാറുള്ള വലിയ അപകടമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ നരകത്തിൽ ശാശ്വതനായി കിടക്കേണ്ട ഒരവസ്ഥാവിശേഷമായിരിക്കും അതിലൂടെ സംജാതമാകുന്നത് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരം ആഘോഷങ്ങൾക്കോ അതിൻ്റെ ഭാഗമായി പല നിലക്കും ബിസിനസ് നടത്തുന്നവരുണ്ടാകും. പല ആഘോഷങ്ങളും വരുന്നതിൻ്റെ ഭാഗമായി തൻ്റെ കടയുടെ പരസ്യത്തിൻ്റെ ഭാഗമായി ആഘോഷത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നവരുണ്ടാകും. പ്രിയമുള്ളവരെ, നിലപാട് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. തൻ്റെ ബിസിനസ്സിലായിരുന്നാലും ശരി, തൻ്റെ ജോലിയിലായിരുന്നാലും ശരി, താൻ ഇടപഴകുന്ന ഏതേതു മേഖലകളിലായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏകദൈവാരാധനയ്ക്ക് വിരുദ്ധമാകുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു നിലക്കുമുള്ള ഒരു സെക്കൻഡ് പോലും അതിന് ഇടപഴകുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശ്വാസമുള്ളവർ അവരാഘോഷിച്ചോട്ടെ, അതിനെ നമ്മൾ വിമർശിക്കാനോ അതിനെ പഴിചാരാനോ നമ്മൾ നിൽക്കേണ്ടതില്ല. നേരെ മറിച്ച് അത്തരം ആഘോഷിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ് എന്നുള്ളത് പ്രിയമുള്ളവരെ അവിടുന്ന് കൃത്യമായി നിലപാട് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം എന്തൊരു ദൗത്യത്തിന് വേണ്ടിയാണോ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, ഇനി കടന്നു വരുന്നതും എന്തൊരു ദൗത്യത്തിന് വേണ്ടിയാണോ, ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ അമ്പിയാക്കന്മാരും കടന്നു വന്ന് പഠിപ്പിച്ചു തന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൻ്റെ ഉടനീളം മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അങ്ങനെ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏതേതു മേഖലകളിലും അല്ലാഹുവേ നിന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ യാതൊരു വേദനക്കുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരണപ്പെടാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദീനാ മിനൻ നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك والله تعالى أعلم. والسلام عليكم ورحمة الله وبركاته.